പ്രവാസികളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ഉൾപ്പെടുത്തി ജനകീയ പ്രവാസി അവകാശ രേഖ തയ്യാറാക്കി പ്രവാസി വെൽഫെയർ ഖത്തർ കമ്മിറ്റി. തയ്യാറാക്കിയ രേഖ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എംപിമാർക്കും MLA-മാർക്കും കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാലങ്ങളായി പ്രവാസികൾ അനുഭവിക്കുന്ന പല പ്രധാന പ്രശ്നങ്ങൾക്കും ഇന്നും പരിഹാരമാവാത്ത സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിലെ വലിയൊരു വിഭാഗം പ്രവാസികളായിട്ടും അവരുടെ ക്ഷേമത്തിനായി ശക്തമായ സർക്കാർ സംവിധാനമോ പ്രത്യേക മന്ത്രാലയമോ ഇനിയും പൂർണ്ണാർത്ഥത്തിൽ സാധ്യമായിട്ടില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പ്രവാസികളുടെ അനുഭവങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും പ്രയാസങ്ങളും ഒരുമിച്ച് ചേർത്ത് ജനകീയ പ്രവാസി അവകാശ രേഖ തയ്യാറാക്കുന്നത്. നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. ഏകദേശം 10,000-ഓളം ആളുകളാണ് നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും അവരുടെ ഡാറ്റ നമുക്ക് കൈമാറുകയും ചെയ്തത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി പരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കിട്ടിയ എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അവകാശ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 10ഓളം ഹെഡിങ്ങുകൾ നമ്മൾ ഇതിൽ നൽകിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു നയം തന്നെ രൂപീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, നിലവിൽ നോർക്കയും പ്രവാസി ക്ഷേമ വകുപ്പുകളും അത് കുറച്ചുകൂടി ആസൂത്രിതമായി കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന സ്വഭാവത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ട നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. നിയമസഹായം, തൊഴിൽ സുരക്ഷ, അതുപോലെ തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പ്രവാസി കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത്. തുടർ പഠനം വലിയൊരു ആശങ്കാജനകമായ ഒരു സംഗതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുനരധിവാസം, പ്രവാസികളുടെ പുനരധിവാസം ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് പുനരധിവാസം എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപ സാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ ജനാധിപത്യ പങ്കാളിത്തം, യാത്രാ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ അവകാശ രേഖയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ഇതിനെ എല്ലാവരും ഏറ്റെടുക്കുകയും ഗവൺമെന്റ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുകയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി സംഗമങ്ങൾ സംഘടിപ്പിച്ചും വിവിധ പരിപാടികൾ ഒരുക്കിയും പ്രവാസികളിൽ നിന്നും വിവരശേഖരണം നടത്തിയാണ് അവകാശ രേഖ തയ്യാറാക്കുന്നത്. ലഭിച്ച വിവരങ്ങൾ വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ തരംതിരിച്ച് സംസ്ഥാന ഭരണ സംവിധാനങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനും നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കാൻ ഉതകുന്നതുമായ രീതിയിലാണ് സമ്പൂർണ്ണ ജനകീയ പ്രവാസി അവകാശ രേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രവാസി കാര്യ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സംസ്ഥാനത്തെ MP-മാർക്കും MLA-മാർക്കും കൈമാറും. പ്രവാസി വെൽഫെയർ ഖത്തർ സംസ്ഥാന ഉപാധ്യക്ഷൻ അഹമ്മദ് ഷാഫി, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ മിഷൻ.